എന്നെ കരയിപ്പിച്ച് കളഞ്ഞു ഈ ഒരു സിനിമ. എനിക്കാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് കരയാന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമില്ലാത്തൊരു കാര്യം വേറെയില്ല. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല, അൺകൺട്രോളബിൾ ആയിപ്പോയി. അത്രയും ഇമോഷണലായിട്ടുള്ള പരിപാടിയായിരുന്നു സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും. ഒരു മാതിരി ഒരു സംഭവമായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു കാര്യം പറയാൻ ഒരു പേടിയില്ല. 2026 ഞാൻ കണ്ടതിൽ വെച്ച് ഈ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് എവർ, എൻ്റെ ടോപ്പ് 5 ഓൾറെഡി ഈ സിനിമ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടു. അപ്പോൾ അതേതാണ് അപ്പോൾ ഇങ്ങനൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് കേട്ടുമില്ല. ഞാൻ തന്നെ ഒരു ആക്സിഡൻ്റലി കണ്ട ഒരു സിനിമ കൂടിയാണ്. എന്താ സംഭവം, ഇപ്പോൾ നമ്മൾ കരഞ്ഞു ഇമോഷണലൊക്കെ പറയുമ്പോൾ എന്ത് കണ്ടിട്ടാണ്? രണ്ട് ആൾക്കാരുടെ എന്തെങ്കിലും ഇമോഷണൽ പാസ്റ്റാണോ, അല്ലെങ്കിൽ ഈ അച്ഛൻ മകൻ എന്നുള്ള ബോണ്ടിങ് ആണോ, അല്ലെങ്കിൽ നമ്മൾ വാഴ 2 കണ്ട പോലെ ഏട്ടൻ അനിയൻ, ഏട്ടൻ അനിയത്തി, അങ്ങനെ വല്ല അവരുടെ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളും അവർ ഓവർകം ചെയ്യുന്നതൊക്കെ എന്തെങ്കിലും കണ്ടിട്ടാണോ നിങ്ങൾ കരഞ്ഞത് എന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല. ആ എക്സാക്ട് സീൻ ഞാൻ പറഞ്ഞുതരാം. 2 ആടുകൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട് പോലെ. അതാണ് ആ സിനിമയിൽ ഏറ്റവും ഇമോഷണലായിട്ടുള്ളൊരു സീൻ. ദാറ്റ് മെയ്ഡ് മീ ക്രൈ. ഈ സിനിമ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ, ഈ മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട തിയേറ്ററിൽ ഫുള്ള് കുട്ടികളായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് മെൻ ഫോർ ചിൽഡ്രൻ. ഇത് വളരെ കുറേ ലേയേഴ്സ് ഉള്ളൊരു പരിപാടിയാണ് ഈ സിനിമയിൽ. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണം? ഒരു ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി വേണം, കോമഡി വേണം, കുറച്ച് ഫണ്ണായിട്ടുള്ള കുറച്ച് ചിരിക്കാൻ ഉള്ള സംഭവങ്ങൾ വേണം. ഒരു അവസാന സമയമൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ഇമോഷണലായിട്ട് നമുക്കൊരു നല്ല മെസ്സേജ് തരുന്ന സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു ഫീലിംഗ് കിട്ടണം. ഈ എല്ലാ ചെക്ക് ലിസ്റ്റും എടുത്തിട്ട് ടിക്ക് ചെയ്യുക. അത്രയും ഒരു പെർഫെക്റ്റ് സിനിമ. എനിക്ക് ഇതിനെ കുറ്റം പറയണമെന്ന് പറഞ്ഞാൽ കൂടെ ഒരു കുറ്റം എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. ഒരു ചെറിയൊരു വില്ലേജിൽ ഒരു ആട്ടിടയൻ മരിക്കുകയാണ്. ആ മരിക്കുന്നത് എങ്ങനെയാണ്, ആരാണ് കൊന്നത്, അല്ലെങ്കിൽ ആരെയും കൊന്നതാണോ എന്നുള്ളത് പോലീസുകാരും അന്വേഷിക്കും, അതേപോലെ ആടുകളും അന്വേഷിക്കുകയാണ്. പുള്ളിയുടെ ആടുകൾ എല്ലാവരും കൂടെ വന്നിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കുകയാണ്. ആർക്ക് ഈ കേസ് തെളിയിക്കാൻ പറ്റും ഫസ്റ്റ്, അതാണ് ഈ ഒരു സിനിമയുടെ ഒരു മെയിൻ ഒരു പ്ലോട്ട് കേൾക്ക് ഭയങ്കര സില്ലിയായിട്ടൊക്കെ തോന്നുമെങ്കിലും ഒരിക്കലും അങ്ങനെയല്ല. ഒരുപാട് തിയേറ്ററിലൊന്നും ഇപ്പം ഇല്ല. നിങ്ങൾ ഈ OTT കണ്ടാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ തിയേറ്റർ തപ്പിപ്പിടിച്ച് പോയി കണ്ടാലും കുഴപ്പമില്ല. ഇറ്റ് വിൽ ബി വർത്ത് യുവർ ടൈം. മൂവിയുടെ പേര് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് എന്നാണ് സിനിമയുടെ പേര്. മസ്റ്റ് വാച്ച് പറഞ്ഞാൽ മസ്റ്റ് വാച്ച്.